ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ ഇരുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി സഹായത്തോടെ 1.3 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം പൂർത്തീകരിച്ചത്. 6 ക്ലാസ് റൂമുകൾക്ക് പുറമെ ബാത്റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ ടി.എസ്. അജയ്കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ, ശോഭ ജോഷി, ജി. രഞ്ജിത്ത്, മാധുരി സാബു, എ.എസ്. സാബു, ചേർത്തല DEO M. അബ്ദുൽ സലാം, PTA പ്രസിഡന്റ് S. G. രാജു, സ്കൂൾ പ്രിൻസിപ്പൽ T. ലെജുമോൾ, സ്കൂൾ പ്രഥമാധ്യാപകൻ T.S. ജിഷ, ചേർത്തല AEO L. ജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കാലഹരണപ്പെട്ട കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് സ്കൂളുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും എല്ലാ സ്കൂളുകൾക്കും പുതിയ കെട്ടിടങ്ങൾ അനുവദിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വകാര്യ സ്കൂളുകളിൽ മാനേജ്മെന്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ഒരു തരത്തിലുമുള്ള മറ്റിടപെടലുകളില്ലാതെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് PSC വഴി നിയമനം നടത്തുന്നത്. അതുകൊണ്ട് അർഹത തന്നെയാണ് അവിടെ മാനദണ്ഡം, വേറെ ഒന്നും അവിടെ മാനദണ്ഡമല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിൻ്റെ മറ്റ് വികസനങ്ങൾക്കെല്ലാം സർക്കാരിന് പണം വേറെ കണ്ടെത്തേണ്ടതായിട്ട് വരികയും അങ്ങനെ പണം കണ്ടെത്തി സർക്കാർ അതിന് വിനിയോഗിക്കാൻ ഒരുപ്പെടുമ്പോഴാണ് ഒരു വലിയ തുക അനിവാര്യമായി വന്നതും ആ വലിയ തുക ഘട്ടം ഘട്ടമായി നൽകിക്കൊണ്ട് ഈ മെച്ചത്തിലേക്കെല്ലാം എത്തുക. ഞാൻ തന്നെ സ്റ്റേജിലിരുന്ന് കണക്ക് കൂട്ടുമ്പോൾ നിരവധിയായിട്ട് 13 കോടിക്ക് അപ്പുറത്തേക്ക് തുകയാണ് നമ്മുടെ മുനിസിപ്പൽ 14 കോടിയോളം രൂപയാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഈ ഗവൺമെൻറ്റിന് ശേഷം ഞാൻ 9 കൊല്ലം പറഞ്ഞ് 4 കൊല്ലത്തിനിടയിൽ നമ്മൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തന്നെ ചെലവഴിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് അതൊരു ചെറിയ തുകയല്ല. ഒരു കാലത്തും വന്നിട്ടില്ലാത്ത തരത്തിൽ നമുക്ക് അത്തരത്തിൽ തുക വിനിയോഗിക്കാൻ കഴിയും. ശ്രീനാരായണ മെമ്മോറിയൽ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് അതും കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ വരുമായിരുന്നത് ഒരാശ്രമമാണ്. ഒരാശ്രമം ഉണ്ടാവേണ്ട സ്ഥലത്താണ് ഞങ്ങൾ ഈ സ്റ്റേജിലിരിക്കുന്നത്, ബാബുമഞ്ചനടക്കമുള്ളവർ, പ്രധാനസാറടക്കമുള്ളവർ സദസ്സിലിരിക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിലിരിക്കുന്നത്, അധ്യാപകരുടെ പഠിപ്പിക്കാൻ ഇരിക്കുന്നത്, രക്ഷകർത്താക്കളടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ ഉണ്ടാകുമായിരുന്നത് ഒരു ആശ്രമമാണ്.